ഈവനിങ് ഒന്ന് കറങ്ങാൻ പോയതാണ് ഇസ്യാനും ഞാനും കൂടെ. വന്നു കഴിഞ്ഞപ്പോൾ നല്ല വിശപ്പായിരുന്നു. ഫുഡ് കൊടുത്തോണ്ടിരിക്കുക. കുറച്ചൊക്കെ കഴിക്കും, അത്യാവശ്യം വിശപ്പുണ്ടെങ്കിൽ അവൻ കഴിക്കും. പിന്നെ അവൻ്റെ കളിയായി നടത്തമായി. ഇപ്പം തനിയെ ഇപ്പം 2 ദിവസം ആയതേ ഉള്ളൂ നടക്കാൻ തുടങ്ങിയിട്ട്. ഇപ്പോൾ പ്ലേറ്റ് കൊണ്ട് നമ്മുടെ കൊടുക്കുന്ന ഒരു രംഗമാണേ. നല്ല രസം കേട്ടോ. ഇന്ന് ഞാൻ ഹാഫ് ഡേ ലീവ് എടുത്തുകൊണ്ട് വന്നതുകൊണ്ടാണ് ഇതൊക്കെ കാണാൻ പറ്റിയത്. അപ്പം അമ്മയെ സഹായിക്കുന്ന ഒരു സഹായമാണ് ഈ കാണുന്നതല്ല. സഹായം കഴിഞ്ഞു, അവൻ വീണ്ടും പരിപാടിയിലേക്ക് കടന്നു. കലവടിക്കുന്നു, കലം മാറ്റുന്നു, ചട്ടി എടുക്കുന്നു, ഗ്ലാസ് എടുക്കുന്നു. പിടിച്ചു വലിച്ച് ഞാൻ വെളിയിൽ കൊണ്ടുവന്ന് എന്തായാലും. അല്ലെങ്കിൽ അമ്മയ്ക്ക് ഒരു പരിപാടി നടക്കത്തില്ല. ഞാൻ അമ്മയ്ക്ക് കാണിച്ചു കൊടുക്കും, അമ്മയെ ആ ചെടി അങ്ങോട്ട് മാറ്റി, ഈ ചെടി ഇങ്ങോട്ട് മാറ്റി. ഞാൻ ആ ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്ന ആൾ. അപ്പോഴത്തേക്ക് നമ്മുടെ കാശിയൊക്കെ എത്തി കേട്ടോ. കാശി വന്നു, ആമി വന്നു. അവരെ പഠിപ്പിക്കുന്നതിൻ്റെ ഇടയ്ക്ക് തന്നെ പിറ്റേ ദിവസത്തേക്കുള്ള ദോശമാവൊക്കെ ഞാൻ എടുത്ത് വെക്കുക. അത്യാവശ്യം പണികളൊക്കെ ഞാൻ കിച്ചണിൽ ചെയ്യാറുള്ളൂ, ബാക്കിയെല്ലാം അമ്മ തന്നെയാണ് ചെയ്യുന്നത്. അപ്പോഴത്തേന് അപ്പച്ചൻ വന്നിട്ടുണ്ട്. അപ്പച്ചൻ കുഞ്ഞിനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുവാണേ. ഇനി എൻ്റെ ഇസ്യാൻ്റെ റൂം എല്ലാം ക്ലീൻ ചെയ്യണം. അയ്യോ, രാവിലെ ഇറങ്ങിയിട്ട് പോകുന്നൊരു പോക്കാണ്. പിന്നെ റൂമെല്ലാം ഇങ്ങനത്തെ ഒരു രീതിയിലായിരിക്കും കിടക്കുന്നത്. എല്ലാം കുടഞ്ഞ് വൃത്തിയാക്കി ബെഡെല്ലാം വിരിച്ച്, നമ്മൾ താഴെയാണ് ബെഡ് ഇട്ടേക്കുന്നത്. ബെഡെല്ലാം വിരിച്ച് ഇനി ഇസ്യാനും ഞാനും ഒന്ന് ഉറങ്ങിയാൽ മതി എന്നുള്ള രീതിക്കാണ്. എവിടെ ഉറങ്ങാനാണ്? ഇസ്യാനിന് ഉറങ്ങണമെങ്കിൽ ഒരു സമയമാകും. ഏകദേശം കാണിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോഴത്തേക്കിനും നമ്മുടെ അനിയത്തി വിളിച്ചു. പിന്നെ എൻ്റെ കുളി കഴിഞ്ഞു, ഇസ്യാൻ്റെയും കുളി കഴിഞ്ഞു. അവൻ്റെ പുറകെ